വെഞ്ഞാറമൂട് കൊലപാതകം, അതിനകത്ത് ആ കുട്ടി എന്തിനത് ചെയ്തു എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് പലരും വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി കൺഫസ്ഡ് ആണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇത്ര പേരെ കൊന്നു, എനിക്ക് കടമുണ്ടായിരുന്നു, എൻ്റെ അമ്മയെ കളിയാക്കി, ഇതൊക്കെയാണ് റീസൺ പറയുന്നത്. പക്ഷേ ഒന്നങ്ങോട്ട് സിങ്ക് ആകുന്നില്ല, ആളുകൾക്ക് അതൊരു സമാധാനപൂർണ്ണമായി ആകുന്നില്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടാവും. ഇനി ഇവർക്ക് PFIയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീവ്രവാദ ബന്ധം, വേറെന്തെങ്കിലും ബന്ധം, പ്രാക്ടീസ് എന്തെങ്കിലും? ഒന്നുമില്ല. ആ പയ്യന് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് ആ പയ്യനെ കൊണ്ടത് ചെയ്യിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, 15 വയസ്സിലങ്ങാണ്ട് ആ പയ്യൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്തെന്നാണ് കേൾക്കുന്നത്. അറിയില്ല. പഠനം നിർത്തിയ പയ്യനെ പിന്നെ വീട്ടിൽ നിർത്തി ലാളിച്ച് കൊഞ്ചിച്ച അമ്മയ്ക്കുള്ള അടി തന്നെയാണ് അത് ആദ്യം അവൻ കൊടുത്തത്. അങ്ങനെയുള്ള അമ്മമാർക്ക് ഒരു അടി കിട്ടണം. മക്കള് ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ പറ്റി അവരോട് സംസാരിക്കണം. നമ്മൾ കുട്ടികളെ എഡ്യൂക്കേഷന് വിടുന്നത് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ സ്കൂളിലെ കോളേജുകളിലെ കുഞ്ഞുങ്ങളെ വിടുമ്പം അവിടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് അവർ മിക്സപ്പ് ആവും. അവരുടെ ജീവിത രീതി, നമ്മുടെ ജീവിത രീതി, അതൊക്കെ ഒന്ന് കമ്പാരിസൺ നടത്തുക. എങ്ങനെയാണ്, എന്താണ് സമൂഹം, എന്താണ് മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ, എന്താണ്, ഇതൊക്കെ പഠിക്കാൻ പറ്റും. എന്നിട്ട് സ്വയമായി ഒന്ന് തിരഞ്ഞെടുക്കാനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് മറ്റും വിടുന്നത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലയെന്ന് വയ്ക്കുക. ഇടപഴകുന്ന കുട്ടികൾ, നല്ല കുട്ടികളെ നോക്കി വിട്ടുപോക്കുകയാണ്. നമ്മൾ എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലും തുടർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ കുട്ടിക്ക് കൂട്ടുകാരില്ല, മൊത്തത്തിൽ വണ്ടടിച്ച് നിൽക്കുന്ന പോലീസ്. പ്രശ്നം ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി. വീടുണ്ട്, 7-8 വർഷമായിട്ട് അപ്പന് നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥ. നാഥനില്ലാ കളരി. അമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറും. എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം എന്നൊരു തോട്ട് ആ അമ്മയുടെ ദേഹത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ചിന്തയിൽ അത്യാവശ്യം ഉള്ള ജീവിതം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് സ്വസ്ഥമായി നല്ലപോലെ അങ്ങ് പോകട്ടെ എന്ന് പുള്ളിക്കാരത്തി വിചാരിച്ച് കാണും. ഇൻകം, അതിനുള്ള ഇൻകം ഇല്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നോക്കുക, ആ കുട്ടി പോയി മന്തി വാങ്ങിക്കൊണ്ടുവരുന്നു. ഡെയിലി മന്തിയൊക്കെ വാങ്ങിക്കുന്ന ഒരു വീട്ടിലെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നല്ല എക്സ്പെൻസ് ആണ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുന്നത്. നമ്മളൊരു ചിക്കൻ വാങ്ങി വീട്ടിൽ കറി വെച്ചാൽ 2 ദിവസം 3 ദിവസത്തേക്ക് നമുക്കത് എടുക്കാൻ പറ്റും. അത്യാവശ്യം കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് കഴിയും. കഴിക്കാത്ത കുറച്ചൊക്കെ കഴിക്കുന്ന കുട്ടികൾ 2 ദിവസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു വീട്ടമ്മ എന്ന നിലയിൽ കണക്ക് പറയുന്നതാണ്. അതേസമയം ഈ പൈസയുടെ ഡബിളോ 3 മടങ്ങോ കൊടുത്താലും ഒരു നേരത്തെ ഫുഡായിരിക്കും ഹോട്ടലിൽ നിന്ന് കിട്ടുക. അപ്പോൾ ആ വ്യത്യാസമാണത്. അവിടെ നടന്നിരുന്ന ഒരു മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ്. പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം, അതിൽ പാലിക്കേണ്ട ചില മര്യാദകൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. 60ഓ 70ഓ 1 കോടി രൂപയോ കടമാകട്ടെ, ഒരു വീടില്ലേ, അത് വിറ്റാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അത്തരം ഒരു സൊല്യൂഷൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയുമായി പ്രണയത്തിലായപ്പോൾ തൊട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞ റീസൺ മറ്റൊന്നുമല്ല. എമ്മയ്ക്കും കണ്ട പഠിക്കുകയാണ് കുട്ടി, നല്ല പഠിക്കുന്ന മകള്, അവളുടെ അപ്പന് സമ്മതമല്ല, ബാക്കി എല്ലാവർക്കും സമ്മതമാണ്. അതായത് ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചത് ആ കുട്ടിയുടെ അപ്പൻ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ വേറെ കൊണ്ടാണ് ചിന്തിച്ചത്. കാരണം അയാൾക്കറിയാം, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞു വിട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അയാൾക്കറിയാം. മകൾക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി, അതുകൊണ്ടാണ് അയാൾ മാറിയിരുന്നത്. കൂട്ടത്തിൽ അപ്പൻ മാത്രമേ മാറിയിരുന്നുള്ളൂ അറിയുന്നത്. ബാക്കി എല്ലാവർക്കും സമ്മതമാണ്. എന്തുകൊണ്ട്? നല്ല കുടുംബം, വലിയ കുടുംബം, അത്യാവശ്യം ബാക്കി എല്ലാവരും ഫിനാൻഷ്യലി സൗണ്ടാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് വിട്ടാൽ കൂട്ടത്തിൽ ഒരെണ്ണത്തിനൊരു കുറവ് വന്നാൽ ബാക്കിയുള്ളവർ കൈതാങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അവിടുന്ന് കടമാകുന്നു, ഇവിടുന്ന് കടമാകുന്നു. കുട്ടി പോയി ഒരു കടയിൽ ചോദിച്ച ഉടനെ അവർ പൈസ കൊടുക്കുകയാണ്. അത്രയ്ക്ക് ട്രസ്റ്റാണ് അവിടെ. അവരാരോട് പണം ചോദിച്ചാലും കിട്ടും, കാരണം തിരിച്ചു കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അവിടെ കടബാധ്യത കൊണ്ട് എല്ലാവരും ഇഗ്നോർ ചെയ്ത് എന്നൊരു വസ്തുതയേ ഇല്ല. പണം ഒരു മാറ്ററാണ്. പക്ഷെ അവിടെ ഉള്ളവർ ആരും അതുകൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്തില്ല. കുടുംബത്തിനകത്തുണ്ടായിരുന്നു ആ ഇൻസൾട്ട്. അതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആള് ഇവന്റെ വല്യാപ്പ തന്നെയാണ്. പുള്ളിക്കാരൻ ഇത് ശരിക്കും കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. വണ്ടി മാറുന്നത് നോക്കുന്നു, വണ്ടി വിൽക്കുന്നു, വാങ്ങുന്നു. മകൻ അതിനകത്ത് കിടന്ന് നന്നായിട്ട് കളിക്കുന്നത് ഇയാൾ കാണുന്നുണ്ട്, വരുന്നു, ഉപദേശിക്കുന്നു. അമ്മ വല്ലാണ്ടൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം വാപ്പാടെ ചേട്ടനാ, അതായത് ഭർത്താവിൻ്റെ ചേട്ടനാ, മിണ്ടാനൊക്കത്തില്ല. എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ ഭർത്താവിന് അത് വിവരം കിട്ടും, അത് വേറെ രീതിയിലേക്ക് പോകും. അപ്പോൾ അവിടെ മൗനം അവലംബിക്കുകയേ വഴിയുള്ളൂ. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പയ്യനെ ശരിക്ക് പറയുന്നുണ്ടാകും. അമ്മ നിശബ്ദയായിരിക്കും. ആ ദേഷ്യമാണ് അമ്മയോട് അവൻ തീർത്തത്. അതാണ് സത്യം. ഇതിനകത്ത് വേറെ ഒരു കളിയുമില്ല, ഒരു MDMA ഇല്ല, ഒന്നുമില്ല. നന്നായി മദ്യപിക്കും. അത് ഡിപ്രഷൻ ലെവൽ ഒരു പീക്കിൽ എത്തുമ്പം ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സേവ് യുവർ സെൽഫ് എന്നുള്ള ഒരു മെത്തേഡിലാണ് ആളുകൾ മദ്യപാനത്തിലേക്ക് പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ നുള്ളണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം മുടങ്ങിയാൽ, പഠിക്കാൻ വിടാത്തൊരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മളായിരിക്കണം അധ്യാപകർ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കുഞ്ഞുങ്ങളെ മുറിയിൽ അടച്ചിരിക്കാൻ അനുവദിക്കരുത്. മറ്റൊരു കുടുംബത്തിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നു. അവർ പ്രേയറിന് പോകുന്നു, എല്ലായിടത്തും പോകുന്നു. മകൻ്റെ റൂം തൂക്കാനോ വാരാനോ അല്ലെങ്കിൽ അവിടേക്ക് ചെല്ലാനോ പോലും അനുവാദമില്ലാത്ത ഒരു അമ്മയച്ഛനും. അപ്പോൾ പിന്നെ ആ അമ്മയച്ഛനും മരണപ്പെടുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ വിട്ടുകൊടുക്കരുത്. എന്താണ് അവന് മറയ്ക്കാനുള്ളത് നിങ്ങളിൽ നിന്ന്? മുറിക്കകത്ത് കയറിയാൽ എന്താ പ്രശ്നം? അമ്മയും അച്ഛനും എന്തായിരിക്കണമോ അതിൻ്റെ നേർ വിപരീതം ഭയപ്പാടോടെ നിന്നാൽ മരണം സംഭവിക്കും. അമ്മയ്ക്കും അച്ഛനും ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ശരിക്ക് ഹാൻഡിൽ ചെയ്യാത്തവർക്കൊക്കെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഓരോ വീടുകളിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും മൂത്ത കുട്ടിയോട് കുറച്ച് ഓവർ കെയർ ഉണ്ടാകും. ആ കെയർ ഇളയ കുഞ്ഞിനോട് ഉണ്ടാകത്തില്ല.
ചിലയിടങ്ങളിൽ ഇളയ കുഞ്ഞിനോടായിരിക്കും കെയർ, മൂത്ത കുഞ്ഞാരും ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അല്ലെങ്കിൽ മൂത്ത കുഞ്ഞ് പഠിത്തം മുടങ്ങി എന്ന് വയ്ക്കാം. ഇപ്പോൾ ഈ പയ്യൻ്റെ പഠിത്തം മുടങ്ങി, ജോലിക്കൊക്കെ പോയി, എങ്ങും ക്ലച്ച് പിടിക്കുന്നില്ല. സ്വാഭാവികമായി അമ്മ ഇളയ കുഞ്ഞിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം അവൻ പഠിക്കുന്നുണ്ട്, അവൻ പഠിച്ച് എന്തെങ്കിലും ഒന്ന് എത്തും എന്ന ഒരു ടോണിൽ സംസാരിച്ചിട്ടുമുണ്ടാകാം. ഇതും ഈ പയ്യനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവും. നല്ല ദേഷ്യം ഉണ്ടായിട്ടുണ്ടാകും. എന്നെ ഒഴിവാക്കുന്ന അമ്മ അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ അവനെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അവന് ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇനി ഞാൻ പോയ ശേഷം ഇവൻ ആര് എന്നൊരു തോട്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെന്ന്. കാമുകിയെ കൊല്ലുന്നതിനകത്ത് ഒരു കൺസേൺ ഇല്ല. ആ ഒരു വോയിസ് പുറത്തു വന്നിരുന്നല്ലോ, ശരി 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 എന്ന് പറയുന്നത്. അതായത് ആ ട്രാപ്പിലേക്ക് അവൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു ധ്വരയാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് അങ്ങ് എത്തുക, തീർക്കുക എന്നുള്ളതാണ്. അവളോട് കാര്യം പറഞ്ഞു, അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവും, അടിച്ചു കൊന്നു, അത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് തർക്കമില്ല. ബോധമുള്ള ഒരു കുട്ടിയും ഒരു കൊലപാതകീരെ കൂടെ സപ്പോർട്ട് ചെയ്യത്തില്ല. പെട്ടു നോക്കുക, അവള് വീട്ടിൻ്റെ ഹാളിലോ എങ്ങും അല്ല, നേരെ അവൻ്റെ മുറിയിലേക്കാണ് ചെന്നിരിക്കുന്നത്. അത്രത്തോളം ഇൻറ്റിമസിയാണ് അവർ തമ്മിൽ എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ പയ്യനെ എല്ലാവരും കൂടെ പാമ്പർ ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളതാണ് ഫലത്തിൽ. അവൻ ഇരിക്കുന്നതും അവൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുമ്പോൾ അവനൊന്നും സംഭവിച്ചത് മനസ്സിലാവുന്നില്ല. അവൻ എന്ത് ചെയ്തു എന്നുള്ളത് അവന് തന്നെ പിടികിട്ടാത്തൊരവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നത്. ഇതൊന്നും ഒരു വിഷയമില്ല എന്ന ടൈമിലാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഇവനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഡേഞ്ചർ ആയിരിക്കും. കുടുംബത്തിലുള്ള അവനെ ആരൊക്കെ പറഞ്ഞോ അവരൊക്കെ പേടിക്കേണ്ട അവസ്ഥയാണ്. പേടിച്ചേ മതിയാവൂ. കാരണം മെയിനായിട്ടൊരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശാസിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോലും പോവേ പാടില്ല. പകരം മൗനമായിരിക്കുക. നമ്മൾ രഹസ്യമായി അമ്മയോട് ഒരു ഉപദേശം കൊടുക്കുക എന്നതിനപ്പുറം ആ കുട്ടികളെ പബ്ലിക്കായിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് പോലും ശാസിക്കാനോ ഉപദേശിക്കാനോ പോകരുത്. മിക്ക കുടുംബങ്ങളിലുള്ള ഒരു പ്രോബ്ലം ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തെറ്റും കുറ്റമൊക്കെ അങ്ങോട്ട് മറച്ചു വെച്ചിട്ട് വല്ലവരുടെയും കൊച്ചുങ്ങളെ കാണുമ്പോൾ ഒരു വെപ്പുറം. എന്നിട്ട് പറയും കൺസേൺ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, എൻ്റെ മോനെ പോലെ കരുതി ഞാൻ പറയും. ഒരു വാഴയില്ല. അങ്ങനെ പറയാൻ പോയത് കൊണ്ടാണ് നെഞ്ചിലും തലയിലും ഒക്കെ ആഞ്ഞടി അടിച്ച് അവൻ ഇല്ലാതാക്കി കാണുന്നത്. അയാളെ എമ്മാതിരി അടിച്ചു എന്ന് ആലോചിച്ചൊക്കെ എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ അയാളത് ചെയ്ത് കാണും. പിന്നെ അടുത്ത് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മ ഓൾറെഡി മരിച്ചു, ഇയാളും മരിച്ചു. മൂന്നാമത്തെ കൊലയാണ് ഈ പറയുന്ന വല്യപ്പ. അതേപോലെ വാപ്പുമ്മയെ കൊല്ലാനുള്ള കാരണവും സിമ്പിളാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞാണ്, ചെറുമക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ആ വല്ലാത്ത രീതിയിൽ ഹറാസ് ചെയ്യും മുത്തശ്ശിമാർ. അത് കേൾക്കുന്ന ഒരു മാനസികാവസ്ഥ ഇന്നത്തെ ജനറേഷൻ ഇല്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ചില നേരം വിടുവായത്തം പറയും ചെറുകുട്ടികളോട്. അവിടെ നമ്മളൊരു തടയിടണം. എന്നിട്ട് അമ്മ മാറുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അതൊരു ഏജിൻ്റെ പ്രശ്നമാണ്, അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വീട്ടിൽ വരുമ്പോൾ ഈ വാപ്പുമായ പറ്റി തന്നെ ഈ അമ്മ നല്ല പോലെ പറയുന്നുണ്ടാവും. അവർ കാരണമാണ് ഇങ്ങനെ. ഇവർ തമ്മിലുള്ള അമ്മായി മരുമോൾ തമ്മിലുള്ള ആ ക്ലാഷും ഈ കുട്ടിയുടെ തലയിലേക്ക് കയറും. പകരം അവർ പ്രായം അതാണ്, അവരങ്ങനെ പറയുള്ളൂ, അവരുടെ സ്വഭാവം അതാണ്, മോൻ അത് കാര്യമാക്കണ്ട. അവിടെ മറ്റൊരു ലെവലിലേക്ക് വിഷയം പോകുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആ കുട്ടിയെ പാമ്പർ ചെയ്ത് ആ അമ്മ തന്നെയാണ് ആ കുട്ടിയെ ഈ പരുവത്തിലെത്തിച്ച്. നോക്കൂ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തലയ്ക്ക് അടി കൊണ്ടാണ് വീണ് കിടക്കുന്നത്. അവർ കള്ളമാണ് പറയണതെന്നറിയാം. അവർ പറയുന്ന കള്ളത്തിൽ നിന്ന് തന്നെ അവരൊരു അമ്മയാണ് എന്ന കൺസേണിനേക്കാൾ ഉപരി അവരെത്രത്തോളം കള്ളം പറയുന്നു അതിൽ തന്നെ വ്യക്തമല്ലേ. മകനെ സേവ് ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. അവരറിഞ്ഞില്ല അത്ര ബാക്കിയുള്ളതൊന്നും. അവരറിയുമല്ലോ. ഇനി അറിഞ്ഞാലും അവർ ഈ പ്രസ്താവന മാറ്റൂല, അവർ മാറ്റി പറയില്ല. കാരണം അവർ കള്ളം പറഞ്ഞ് ശീലിച്ചൊരു വ്യക്തിയാണ്. ഒരു പണമിടപാടുണ്ടായിരുന്നു ലത്തീഫിൻ്റെ ഭാര്യയായിട്ടെന്ന് പറയുന്നു. ആ പണം അവർ തിരിച്ചു ചോദിച്ചു. ഇവർക്കുള്ളതുപോലെ പ്രശ്നം അവർക്കും ഉണ്ടാവില്ലേ? അവരുടെ പണമല്ലേ, അവർ ചോദിക്കത്തില്ലേ? പക്ഷെ ആ പണം ചോദിച്ച കാര്യം വളരെ അഴുത്തമായി വീട്ടിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ടാകും. ഇളയ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഈ ഡിസ്കഷനിലൊന്നും കുഞ്ഞുണ്ടാവത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ട്. ഇവർ പരസ്പരം അത് സംസാരിക്കുന്നുണ്ടാവും. ആഹാരം കഴിക്കുമ്പോൾ, പൈസ ചോദിക്കുമ്പോൾ ഒക്കെ കുട്ടിക്കാട്ടുന്ന സ്വഭാവം ഈ ഉമ്മയ്ക്ക് ഉണ്ടായിരിക്കാം. അത് തന്നെയാണ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. അവനോടുള്ള ന്യായീകരണമല്ല, എന്തിനാണ് എന്ന് കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. അല്ലാതെ ഇതിനകത്ത് PFI ഇല്ല, MDMA ഇല്ല, ഒന്നുമില്ല. കുടുംബത്തിൽ നടന്ന ഒരു അനാസ്ഥ, കുടുംബത്തിൽ നടന്ന ഒരു പ്രശ്നം. അപ്പൻ 7 വർഷമായിട്ട് ടെൻഷനിലാണ്, നാട്ടിൽ വരാൻ പറ്റത്തില്ല, ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, കടം എങ്ങനെ തീർക്കും, ഈ ഒരു തലപ്രാന്തിലാണ് അയാളുള്ളത്. അയാളുടെ പ്രതീക്ഷ അമ്മ വീട്ടിലുണ്ട്, മക്കളെ അവൾ കൺസേൺ ചെയ്തോളും, നല്ലപോലെ നോക്കുന്ന സ്ത്രീയാണ്, ഇനി ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ചെയ്യാം. നാട്ടിലെത്താൻ പറ്റാതെ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. വീട് വെച്ചപ്പോൾ ഒരു കടമില്ല, അയാൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അയാൾക്കറിയാവുന്നത് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന്. പക്ഷേ അയാൾ ഓവറായിട്ട് ഭാര്യയെ വിശ്വസിച്ചു. കുടുംബക്കാർക്കിടയിലാണ് മക്കളെന്നുള്ളത് കൊണ്ട് വഴി പിഴച്ചു പോകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഇവിടെ തകർന്നത്. അയാൾക്ക് താങ്ങാൻ പറ്റാത്ത വേദന കൊടുത്തത് ഇത് തന്നെയാണ്. ഇനിയും നമ്മൾ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇത് MDMA, PFI അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുമായി ബന്ധം, ആഭിചാരം, അന്ധവിശ്വാസം, ഇതൊന്നുമില്ല അവിടെ പ്രേയറിനോ മതത്തിനോ ഒന്നും ഒരു വാല്യൂ ഇല്ല. അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി, ഇന്നത്തെ ജനറേഷന് തമ്മിലുള്ള ഒരു ക്ലാഷാണ് അവിടെ സംഭവിച്ചത്. ആ പയ്യന് യഥാർത്ഥത്വ ബോധത്തിൽ വളർത്തിക്കൊണ്ടുവരാനോ കൃത്യമായി ഗൈഡ് ലൈൻ ചെയ്യാനോ പ്രാപ്തയല്ലാത്ത ഒരു അമ്മയുടെ കയ്യിലാണ് ഈ മിസ്റ്റേക്ക് മുഴുക്ക സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ മറുപടിയാണ് ക്യാൻസർ വന്നിട്ടും മരിക്കാതെ, തലയ്ക്ക് അടി കൊണ്ടിട്ടും മരിക്കാതെ അവർ നിൽക്കുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ല പണിഷ്മെൻറ്റ്.
ഈ ഒരു അവസ്ഥ അവർ മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കലിൽ നീറി ഇഞ്ചിഞ്ചായി തീരുക എന്നുള്ളതാണ് അവർക്ക് ദൈവം കൊടുത്ത പണിഷ്മെൻ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നുമില്ല. വെറുതെ ഒരു വിഭാഗം ജനത എങ്ങനെ അടിക്കാം, എന്നെ ആക്രമിക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പൈസ പണയം വെച്ചിട്ട് ആർക്കോ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നു. അവനങ്ങനെ ഒരു ബാധ്യതയായിട്ട് പോകാൻ താല്പര്യമില്ല. അവനത് കൊടുത്തു. അവനറിയില്ല എൻ്റെ സീരിയസ്നെസ്. അതാണ് കറക്കി ഭ്രാന്ത് പോലെ വന്നിട്ട് അവനത് സക്സസ് ആയിട്ടാണ് തോന്നുന്നത്. അവനെ അത്രത്തോളം ഇകഴ്ത്തുകയും ഇൻസൾട്ട് ചെയ്ത ഒരാളെ അവൻ കൊന്നു. അവൻ അത്രത്തോളം മനസ്സിന് സന്തോഷമാണ്. ഇത് പറയുന്നവരൊക്കെ ക്രൂരൻ, അത് ഇത് എന്നൊക്കെ പറയുന്നവരടുത്ത് എൻ്റെ ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഒരു വാഴ സിനിമ കണ്ടു. അതിനകത്ത് അച്ഛൻ്റെ സഹോദരൻ ആ പയ്യനെ മോശം പറയുമ്പോൾ ആ അച്ഛൻ ആദ്യം കേട്ടുകൊണ്ട് തലകുമ്പിട്ട് നിൽക്കുന്നു. പിന്നീട് അച്ഛൻ്റെ സഹോദരനെ ആ അച്ഛൻ അടിക്കുന്ന സമയത്ത് കൈകൊട്ടാത്ത എത്ര പേരുണ്ട്? തിയേറ്ററിൽ കൈതട്ടി ബഹളമായിരുന്നു. കൊടുക്കട എന്നുള്ളതായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അച്ഛൻ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നിട്ട് ആ കഥയുടെ അന്ത്യം എന്താണ്? വാഴ എന്ന സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ചെയ്യാതെ നടക്കുന്ന പഠിക്കാത്ത മക്കളെ വീണ്ടും പൈസ കൊടുത്ത് സഹായിച്ച് അവൻ രക്ഷപ്പെടും എന്ന പ്രതീക്ഷയിൽ നടത്തിക്കൊണ്ട് അവസാനം ഫ്ലോപ്പ് ആവുന്ന ഒരു കഥയാണത്. അതേപോലെ ഒരു സ്റ്റോറിയാണ് ഇതും. അത്രയേ ഉള്ളൂ. ആ വാഴയായ ഒരു കുഞ്ഞ് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതായിരുന്നു. അതിനെ പഠിപ്പിക്കുക. ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് അങ്ങ് നടത്തി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പ്രയോജനം ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതിനൊന്നും നിൽക്കാതെ ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം പോലും ഇവരൊക്കെ എതിർത്തു. അവർ പ്രാക്ടിക്കലായി ചിന്തിച്ചു. അത്രയും പ്രാക്ടിക്കലായി ആ അമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ, മകൻ ഇങ്ങനെയാണ് എന്ന് അമ്മ ചിന്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലം ഉണ്ടാകത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി അവൻ ബോൺ ക്രിമിനലാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വയസ്സിൽ തൊട്ട് അവൻ നേരിടുന്ന ബുദ്ധിമുട്ട് ഏകദേശം 7 വർഷത്തോളമായല്ലോ ഈ പ്രോബ്ലം നടക്കുന്നത്. 7 വർഷം എന്ന് പറയുമ്പോൾ നിസ്സാരമാണോ? ആ പ്രായം തൊട്ട് അവനിത് അനുഭവിക്കുന്ന അപമാനം, വീട്ടിലെ പരാജയങ്ങൾ, അമ്മയുടെ അസുഖം, ആകെ മൊത്തത്തിൽ ട്രബിൾ മാത്രമുള്ള ഒരിടത്ത് അവൻ സന്തോഷിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ ജീവിച്ച് വന്ന ആ നിലവാരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ അതുമായി യോജിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണ് അമ്മ ശരിക്ക് റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ കറക്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. നമ്മളുടെ അവസ്ഥ, നമ്മൾ ഇതിൽ നിന്ന് ഓവർകം ആവും, ഇതിനേക്കാൾ സക്സീഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷ ആ കുഞ്ഞിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രോബ്ലം വരത്തില്ല. ഈ ഉള്ളതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവർ പറയണു, ഇവർ പറയണു, അവർ കഷ്ടപ്പെടുത്തുന്നു, ഇവർ കഷ്ടപ്പെടുത്തുന്നു, പിന്നെ കമ്പാരിസൺ നോക്കൂ, അവർ നല്ല സക്സസ് ആയി, ഇവർ നല്ല സക്സസ് ആയി, നമ്മളിങ്ങനെ കിടക്കുന്നു. ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോഴും പല മാതാപിതാക്കളും പറയും. എന്നെ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ കൗതുകത്തോട് ഇത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇത്. ഒരു സാധാരണ ഒരു ഇൻ്റലക്ച്വൽ ആൻസർ ഒന്നും അല്ല. ഞാൻ നോർമലായി പറയുന്ന ഒരു കാര്യമാണ്. പല കുടുംബങ്ങളിൽ നടക്കുന്ന സംഗതിയാണ്. എനിക്കും പലപ്പോഴും എൻ്റെ ചില ബന്ധുക്കളുണ്ട്, അരഗൻ്റാണ് അവരൊക്കെ, വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. കൊച്ചിനെ, എൻ്റെ മൂത്ത മകന് ജോലി സെറ്റാകാത്തതിന് കിട്ടുമ്പോൾ നല്ലപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് കാണാം. എനിക്കറിയാം അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മൂഡ് കംപ്ലീറ്റ് ഓഫായി ആകെ ഡെസ്പായി ഇരിക്കുന്നതാണ്. പക്ഷെ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ അവർ റിക്കവർ ആവും. അതാണ് ഞാൻ പറയും, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. അതൊരു ടൈം പീരീഡാണ്. നമ്മളുടെ സമയം തെളിയുമ്പോൾ നമ്മൾ റിക്കവർ ആവും, നമ്മൾ സെറ്റാകും. നമ്മളുടെ ആരോഗ്യസ്ഥിതി കറക്റ്റാണോ, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ഫ്യൂച്ചറിൽ പറ്റും. ഒരു സമയമാണ്, ടൈം പീരീഡ് മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ അപ്പുറത്തുണ്ട്. പ്രതീക്ഷ കൊടുക്കുക കുട്ടികൾക്ക്. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലാണ് കുഞ്ഞുങ്ങൾ പല രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുന്നവരെ തീർക്കാൻ തന്നെ നമുക്ക് തോന്നും. ഇല്ല എന്ന് പറയുന്നത് കളവ് തന്നെയാണ്. അത്തരം മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു? കോൺസിക്വൻസ് അത് നമുക്കറിയാം. ഒരാളെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. നിയമവ്യവസ്ഥകൾ, പിന്നെ ഉണ്ടാകുന്ന മാനക്കേട്, ഇതൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഇരച്ചു കയറി വരും. അതിൽ നമ്മൾ കാം ഡൗൺ ആവും. അതുകൊണ്ടാണ്, അല്ലാതെ എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ക്രിമിനൽ വാസന ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഒരു മനസ്സിലാക്കലുള്ളതാണ്. ചില സമയത്തൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ അടിക്കാൻ കയറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ക്രിമിനൽ ആയതുകൊണ്ടാണ്. അല്ല, നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോഴാണ് നമ്മൾ ആയുധം കയ്യിലെടുക്കുന്നത്. ഇവൻ പ്ലാൻ ചെയ്തതല്ല, 1 by 1 ആയിട്ട് അവനെ കൊണ്ട് അതങ്ങ് സംഭവിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് വന്നു, അവൻ്റെ കയ്യിൽ നിന്ന് പോയി സംഗതി. പിന്നെന്താണ്? തീർക്കുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശ ലക്ഷ്യം. പയ്യൻ വരുമ്പോൾ പയ്യൻ ഉമ്മായി അന്വേഷിക്കുന്നു. ഉമ്മാടെ മൊബൈൽ ഇവൻ്റെ കയ്യിലാണ്. ആ കാരണം കൊണ്ട് തന്നെ പയ്യനോട് നീ അവിടെ നിന്ന് മാറുക എന്നുള്ളത്, അതായത് മേളിൽ പെണ്ണുമ്പിള ഇരിക്കുകയാണ്, പെൺകുട്ടിയെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവ അവിടെ വീട്ടിൽ കയറരുത്. കയറി ഉമ്മായി അന്വേഷിച്ച് കഴിഞ്ഞാൽ കാണും, ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നത് കാണും. അപ്പോൾ അതുകൊണ്ട് ചെറുക്കനെ മാറ്റിയതാണ്. മാറ്റി മകളിലേക്ക് പോയി അവളെ കൊന്നിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഈ പയ്യൻ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി പയ്യൻ ഇത് കണ്ടെത്തും എന്നുള്ളത് കൊണ്ടായിരിക്കും കൊന്നു കളഞ്ഞത്. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവൻ്റെ കൺസേൺ എന്താണ്? തീർച്ചയായിട്ടും സറണ്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. എന്തിന് അനിയനെ കൊന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത ഒരേ ഒരു പോർഷൻ, ആ അനിയൻ ചെക്കനെ എന്തിനു കൊന്നു എന്നുള്ളതാണ്. അവൻ്റെ കൈ അറച്ചില്ലല്ലോ എന്നുള്ള ഒരു വേദന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം എന്താണ് പോലീസുകാരും ബാക്കിയുള്ളവരും ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് വളരെ കൃത്യമായി അതിനകത്ത് മറുപടിയുണ്ട്. ആ കുടുംബം വളരെ ജനുവിനായി എല്ലാവരുമായി സഹകരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കുന്ന കുടുംബം തന്നെയാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ട് എന്നൊരു വരുത്തി തീർക്കൽ ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആ മകനിലേക്ക് ഇട്ടുകൊടുത്തു. വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഫോണിൽ കുത്തിക്കളിച്ചിരുന്ന പയ്യനിക്ക് അവസാനം അത് സംഭവിച്ചു. അത്രയേ ഉള്ളൂ. ഇനി ഈ പയ്യൻ പുറത്തേക്ക് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല. അവനെ ഹാങ് ചെയ്യുകയാണ് വേണ്ടത്.
കാരണം ഇനി അവൻ പുറത്തേക്ക് വന്നാൽ ഇനിയും ബാക്കിയുള്ളവർക്ക് ഒരു ത്രെട്ടാണ്. ഒരിക്കൽ ഈ ആക്രമണ വാസന കാണിച്ചവൻ, അവൻ്റെ ഇന്നർ മൈൻഡിൽ അതുണ്ട്. അവൻ ഇനി എത്ര നമ്മൾ ട്രീറ്റ് ചെയ്താലും അവൻ വീണ്ടും ചെയ്യും, വീണ്ടും ഇനിയും ഉപദ്രവിക്കും. മാത്രമല്ല അവൻ്റെ കുടുംബത്തിൽ ഈ വലിയാപ്പ പറഞ്ഞതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞവരൊക്കെ തന്നെ പ്രശ്നത്തിലാണ്. അവൻ ഇറങ്ങി അവരെ തീർക്കും എന്നുള്ള തർക്കമില്ല. അവൻ ഇറങ്ങാതിരിക്കുന്നതാണ് സേഫ്. ഉമ്മ വിചാരിച്ചാലോ ആ വാപ്പ വിചാരിച്ചാലോ ആ പയ്യനെ പുറത്തേക്ക് ഇറക്കരുത്. ഹാമർ വെച്ചാണ് അവൻ അടിച്ചിരിക്കുന്നത്. അവൻ ഒരുപാട് ഉപദ്രവിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഒരടിയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഇതുങ്ങൾ ബോധം കെടും. അപ്പോഴേ നമ്മുടെ തലയ്ക്കൊക്കെ ഹാമർ വെച്ചൊരെണ്ണം കിട്ടി നമ്മൾ അപ്പോഴേ തീരും. പിന്നെ ബാക്കി അവൻ ദേഷ്യം കൊണ്ടാണ് ബാക്കി എല്ലാ ആ വല്യാപ്പയാണ് ഏറ്റവും കൂടുതൽ അടി അടിച്ചിട്ടുള്ളത്. അത്രത്തോളം വൈരാഗ്യം അയാൾക്ക് അടുത്ത് വരണമെങ്കിൽ അയാൾ എത്രത്തോളം ഇവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, എത്രമാത്രം മെൻ്റൽ ടോർച്ചർ അവനെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. നമ്മൾ ഒരു വശം മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് പറയും അവിടെ ഇതുണ്ട് ഇവിടെ, അങ്ങനെ രണ്ട് വശവും നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം. നമ്മൾ രണ്ട് വശവും ആലോചിക്കണം. ഇത് അനലൈസ് ചെയ്തുകൊണ്ട് വീണ്ടും കമാൽ പാഷയൊക്കെ പോലുള്ളവർ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ല, ഇത് വേറെ ഹെൽപ്പ്. എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് ഹെൽപ്പ്? അവൻ്റെ കൂടെ ഒരാളും ഇൻവോൾവ്ഡ് അല്ല. അവൻ്റെ ബൈക്കിൽ ഒരാൾ കയറിയിട്ടില്ല. ഇത് വെറും ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പയ്യൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് കൂട്ടി ഒറ്റപ്പെട്ടു പോയ അവനെ എല്ലാവരും കൂടെ ചേർന്ന് മെൻ്റലി ടോർച്ചർ ചെയ്തു. ആ മെൻ്റൽ ടോർച്ചർ അവനെ സൈക്കോ ആക്കി. സൈക്കോ ഇതാ എല്ലാവരും ചാറ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വാപ്പുമായ ഇത്രയും പ്രായമുള്ള സ്ത്രീയൊക്കെ തല്ലാനൊക്കെ തോന്നും. അടിച്ചിരിക്കുന്നു, പെറ്റ തള്ളയെ അടിച്ചിരിക്കുന്നു. അമ്മയോടുള്ള കൺസേൺ തന്നെയാണ്. പക്ഷെ എന്നാലും പിന്നെയും ഒരു ഡൗട്ട് എല്ലാവരും പറയണത് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മയെ തല്ലൂ. അമ്മയാണത്ര ഇവരെല്ലാം വന്ന് അവിടെ അവനെ ഉപദേശിക്കാൻ കാരണം. എൻ്റെ പ്രസൻസിൽ എൻ്റെ കുഞ്ഞിനെ ഒരാളും ഒന്നും പറയില്ല, ഞാൻ പറയും. മറ്റൊരാൾ പറയാൻ ഞാൻ ഇടം കൊടുക്കത്തില്ല. അത് അവരുടെ വിഷയമല്ലത്, അത് എൻ്റെ വിഷയമാണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ വിഷയമാണ്. അവർക്ക് എന്നെ ഉപദേശിക്കാം, എന്നെ അറ്റാക്ക് ചെയ്യാം. എൻ്റെ മകനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. അവിടെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. പലപ്പോഴും ഇപ്പം ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ തന്നെ പലരും എൻ്റെ മകനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തിനേ? അത് ആ റിയാക്ഷൻ അവനെ ഒരു ക്രിമിനൽ ആക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിന് കൃത്യമായ രീതിയിൽ ഞാൻ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ ആകാത്തതെന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. എനിക്കത് ഉറച്ച വിശ്വാസം തന്നെയാണ്. അത് ഓരോ അമ്മമാരും മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കാനാണ് നമ്മൾ രണ്ട് പൊട്ടിക്കുന്നത്. മറ്റുള്ളവർ അടിക്കരുത്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ രണ്ട് പൊട്ടിക്കുന്നത് എന്തിനാ? അവരെ പുറത്താരും അടിക്കാതിരിക്കും. അത് തന്നെയല്ലേ കൺസേൺ. ഒരു നന്നാവണം. ഇതേ തെറ്റ് പുറത്ത് പോയി കാണിച്ചാൽ അടി ഉറപ്പാണ്. അപ്പോൾ ആ അടി നമ്മൾ ചെറിയ രീതിയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കും എന്നുള്ളതാണ്. ഇളയ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല, വെറും ഇന്നസെൻ്റാണ്. ആഹാരം മാത്രമാണ് അവൻ്റെ ഒരു കൺസേൺ. അവൻ്റെ ബോഡി കണ്ടാലും അറിയാം. അല്ലാതെ മൂത്ത കുട്ടി പറയുന്ന കണക്കോ വേറെ ഒന്നുമില്ല. ആ വീട്ടിലെ കെടുകാര്യസ്ഥത, ആ അമ്മയാണ് താളപ്പിഴകൾക്കുള്ള മൂല കാരണം. ഇതേ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊടുക്കാനുള്ളൊരവസ്ഥ അവർക്കില്ലേ? പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് വാങ്ങിക്കുമ്പോൾ ആ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് അവർക്ക് ആ കടം വന്നത്. കിട്ടുന്ന പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മിക്ക പ്രവാസികളുടെ ഭാര്യമാർക്കും ഈ ഒരു കളിയുണ്ട്. അവിടുന്ന് വരുന്ന ഇൻകം അത് സ്ഥിരമല്ല എന്നൊരു കോമൺ സെൻസ് ഉണ്ടാകണം. അത് സേവ് ചെയ്ത് വെക്കാതിരുന്നാൽ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരാൾക്ക് ഇവിടെ വന്നാൽ ഒന്നും ആകില്ല. നമ്മളിവിടെ ഏലിയൻസിനെ പോലെയാണ്. NRIs എന്ന് പറയുന്നത് നാട്ടിലെ ഏലിയൻസിനെ പോലെയാണ്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു മാസത്തെ ലീവിനാണ് വരുന്നത്. വെറും തുച്ഛമായ ശമ്പളത്തിലുള്ള അവർക്ക് കല്യാണങ്ങളോ വേറെ ചടങ്ങുകളോ കൂട്ടുകാരുമൊത്തുള്ള ഫംഗ്ഷനോ ഒന്നുമില്ല. ജോലി വീട് അതായത് റൂം, അതിനപ്പുറം വേറെ ഒരു പരിപാടി ഈ പ്രവാസികൾക്കില്ല. അങ്ങനെയുള്ള പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ ആ ഒരു മാസം മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പോലും സമയം, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ചുറ്റുന്നു നടക്കുന്നു, കണ്ടെടുത്തൊക്കെ കൊണ്ടിടന്നുള്ള പൈസ അത്രയും ചിലവാക്കിയുള്ള കടവും വാങ്ങിച്ച് കൊണ്ടുവന്നതും വിറ്റ് വേറും കൈയോടെയാണ് തിരിച്ചു കയറി പോകുന്നത്. ഈ രീതിയെ മാറ്റുക. അത് മാത്രമല്ല അവിടുന്ന് വരുമ്പം ചുമന്നുകൊണ്ട് വരും. എന്തിനാണ് ഇത്തരം ഗിഫ്റ്റുകൾക്ക് ഫ്രീ ഗിഫ്റ്റ് എന്നൊരു ടേം അല്ലാതെ ആരെങ്കിലും അതിനൊരു കൺസേൺ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രവാസം സ്ഥിരമല്ല എന്നുള്ള ഒരു ബോധം ആദ്യം നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കണം. അതൊരു സ്ഥിരമായ പരിപാടിയേ അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. നമ്മൾ നല്ല കൺട്രോൾ ചെയ്ത് ചിലവാക്കുകയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഗൾഫുകാരൻ്റെ ഭാര്യയില്ലേ കുറച്ചിങ്ങ് പോരട്ടെ എന്ന് പറയുന്ന നാട്ടുകാരും ഉണ്ട്, ബന്ധുക്കളും ഉണ്ട്. അവിടെയൊക്കെ പിശുക്കിയാണെന്ന് കേട്ടാൽ അർക്കീസാണെന്ന് കേട്ടാൽ ഒരു കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് പെരുമാറുന്ന പെണ്ണുങ്ങളാണ് ബുദ്ധിരാക്ഷസികൾ. അവർ ജീവിക്കും, അവരുടെ തലമുറയും രക്ഷപ്പെടും, അവകാശികൾക്ക് സ്വത്ത് ഉണ്ടാവുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഇത് തന്നെ. വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ അറിയാമല്ലോ എന്താണെന്ന്. താങ്ക് യു.